ഒരാരംഭശൂരത്വമാകാതിരിക്കട്ടെ, ഒരു തുടക്കത്തിൻ്റെ പതിവായി കാണുന്ന, നമ്മൾ സാധാരണ പറയല്ലേ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രകടനമായി മാറാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചില മനോഹരമായ കാഴ്ചകൾ കണ്ടു. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാഴ്ചയാണ് സാക്ഷാൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കാണിച്ചത്. എന്ന് മാത്രമല്ല, ഒരു കാര്യത്തിൽ തമിഴ്നാട്ടുകാരെ സമ്മതിക്കണം കേട്ടോ. അവർക്ക് എന്തെല്ലാം ഈ അവർണ സവർണ ജാതിബോധങ്ങൾ അടിത്തട്ടിലുണ്ടെങ്കിലും അവർ ചില പൊതുവിഷയങ്ങളിൽ നിലപാടെടുക്കുന്നതിൽ മലയാളിയേക്കാളൊക്കെ വളരെ മര്യാദയുള്ളവരാണ്. ജോസഫ് വിജയ് എന്നാണ് വിജയുടെ ഫുൾ പേര്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. തമിഴ്നാട്ടിൽ ക്രിസ്ത്യാനികളുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. കേരളത്തിലെ പ്രബുദ്ധമായ സ്ഥലത്ത് ഇപ്പോഴും ഈ മുസ്ലിം ലീഗുകാരുടെ രക്തവും മൂത്രവും ഒക്കെ നോക്കി നടക്കുകയാണ് ശശികലയെ പോലുള്ളവർ. അതിൻ്റെ അടിയിൽ വന്ന് അവർക്ക് പിന്തുണ കൊടുത്ത് മെഴുകുന്നവരിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരും വലിയ കുലീനരും കുബേരരും സർവത്ര ഒരുപാടുള്ള ആളുകളുമുണ്ട്. പക്ഷേ അവിടെ അതില്ല എന്നുള്ളത് പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടതാണ്. ജാതീയതയില്ലെന്നല്ല പറയുന്നത്, ജാതീയത അടിത്തട്ടിലുണ്ട്. പക്ഷേ ഇത്തരം പൊതുവിഷയങ്ങളിൽ അവർ ജാതിയും മതവുമൊന്നും വല്ലാണ്ട് നോക്കാറില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കേരളത്തിലാണെങ്കിൽ അത് തന്നെ മതിയാകുന്നതായിരുന്നു ഒരു ഇലക്ഷന് ക്യാമ്പയിന് വേണ്ടിയിട്ട്. ഈ ഇലക്ഷനിൽ അതൊന്നും വിറ്റില്ല, പക്ഷേ സാധാരണയായി അത് വിൽക്കാറുള്ളതാണ്. ഞാൻ പറയാൻ വന്നത് ആ പോയിൻ്റല്ല, ദേ ഈ കാഴ്ചയാണ്. കണ്ടില്ലേ, വിജയ് ജയിച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം MK സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ്. MK സ്റ്റാലിൻ പരാജയപ്പെട്ട ആളാണ്, അപ്രതീക്ഷിത പരാജയം. വിജയ് ചെറിയ ഭൂരിപക്ഷത്തിനാണ് അധികാരത്തിലുള്ളത്. സാമ്പത്തികമായി സുതാര്യമായ സാമ്പത്തികത്തിൽ വലിയ അന്തരമുണ്ട് ഇരുവർക്കുമിടയിൽ. പക്ഷേ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മനോഹരമായ കാഴ്ച, ഉൾക്കൊള്ളലും സ്വീകരിക്കലും. അപ്പോൾ ചോദിക്കും, ഇവിടൊക്കെ ഇല്ലേന്ന് ചോദിക്കും. ഇവിടെ ഉണ്ട്. എപ്പോഴാണെന്നറിയോ? ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ഓർമ്മ വരുമ്പോൾ. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഏതാണ്ട് അദ്ദേഹത്തിനോളം പ്രായമുള്ള തൻ്റെ രാഷ്ട്രീയ സഹപ്രവർത്തകൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ അശ്ലീല കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളുടെ മേൽ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതിനെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയത്. പക്ഷേ അതേ പിണറായി വിജയൻ സഖാവ് പിന്നെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയി. എവിടെ? അങ്ങ് ഗസ്റ്റ് ഹൗസിൽ, ആലുവയിലാണെന്ന് എൻ്റെ ഓർമ്മ. അതെപ്പോഴാണ് പോകുന്നതെന്നറിയാവോ? അദ്ദേഹം ഇനി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നറിയുമ്പോഴാണ് ആശംസകൾ അറിയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ കടുത്ത പകയാണ്, വൈരാഗ്യമാണ്, പണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ പറയുന്ന ഭരണകക്ഷിയിലേക്ക് അഥവാ വിജയിച്ച് കയറിയ മുഖ്യമന്ത്രി തോറ്റുപോയ മുഖ്യമന്ത്രിയെ വീട്ടിൽ പോയി കണ്ട് ആശംസകൾ നേരുന്നു. അവിടെ നിൽക്കുന്നത് ഉദയനിധി സ്റ്റാലിനാണ്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഒരു തലമുറ മാറ്റമാണ് സംഭവിക്കുന്നത്. രണ്ട് ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലെ ചെറുപ്പമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ ഇന്ന് പറയുന്ന ജെൻസി എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയത്തിലെ ചെറുപ്പക്കാർ രംഗത്ത് വരികയാണ്. നമ്മുടെ രാജ്യത്ത് എത്രയോ സ്ഥലങ്ങളിൽ ആ മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ ചെറുപ്പക്കാർ, പുതിയ കാഴ്ചപ്പാടുകൾ ഒക്കെ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യം.